രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധികളും നിങ്ങൾക്കായി പറഞ്ഞു തരുന്നു ഡോക്ടേഴ്സ് വ്യൂ. ഗർഭിണികളിൽ കാണപ്പെടുന്ന പ്രമേഹം, അതായത് ജസ്റ്റേഷണൽ ഡയബറ്റീസ്, ഈ രോഗത്തിനെക്കുറിച്ച് സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ പ്രഗ്നൻസി ടൈമിൽ ഡയബറ്റീസ് ഉള്ളവരുടെ എണ്ണം കൂടി വരികയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള ആഹാരശീലത്തിൽ വന്നിട്ടുള്ള മാറ്റവും ഒബേസിറ്റിയും ഒക്കെ തന്നെയാണ്. രണ്ട് രീതിയിലാണ് നമ്മൾ പ്രഗ്നൻസി ടൈമിലുള്ള ഡയബറ്റീസ് കാണപ്പെടുന്നത്. ഒന്നെന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ അവർക്ക് ഡയബറ്റീസിൻ്റെ പ്രശ്നമുണ്ട്, അവർ പ്രഗ്നൻ്റായി, അപ്പോൾ ആ സമയത്തും തുടർന്ന് നിൽക്കുന്ന ഡയബറ്റീസ്. രണ്ടെന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ടൈമിൽ മാത്രം ഉണ്ടാകപ്പെടുന്ന ഡയബറ്റീസ്. അതും സാധാരണ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ഡെലിവറി പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു ഡയബറ്റീസ് അപ്രത്യക്ഷമാകുകയാണ് ചെയ്യുന്നത്. എന്നാൽ വളരെ വിരളമായിട്ട് ചിലരിൽ അത് തുടർന്ന് നിൽക്കും. ഇതിൽ ആദ്യം പറഞ്ഞിട്ടുള്ള നേരത്തെ തന്നെ ഡയബറ്റീസ് ഉണ്ട്, പ്രഗ്നൻസി ടൈമിൽ തുടർന്ന് നിൽക്കുന്നു, അങ്ങനെയുള്ളവർക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. നേരത്തെ പോലെ തന്നെ അവർക്ക് ഡയബറ്റീസ് ആയിട്ട് കണക്കാക്കി തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. എന്നാൽ പ്രഗ്നൻസി ടൈമിൽ ആദ്യമായിട്ട് ഡയബറ്റീസ് വരിക എന്ന് പറയുമ്പോൾ അത് കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സാധാരണയായിട്ട് ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് കാണുമ്പോൾ തന്നെ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ അവർക്ക് ഡയബറ്റീസിൻ്റെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 75 ഗ്രാം ഗ്ലൂക്കോസ് കലക്കി കൊടുത്തിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ് ചെയ്യുന്നത്. ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അതിനുശേഷം ഒരു 2 മണിക്കൂറിന് ശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു നമ്മൾ ബ്ലഡിലെ ഷുഗറിൻ്റെ ലെവൽ ഒരു 140 മുകളിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡയബറ്റീസ് ആണെന്ന് നമുക്ക് കണക്കാക്കപ്പെടുന്നു. സാധാരണയായിട്ട് പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ പ്രഗ്നൻസി ടൈമിൽ ആദ്യമേ തന്നെ ഈ ടെസ്റ്റ് ഒന്നും ചെയ്യാറില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു മാസം തന്നെ ഇപ്പോൾ എല്ലാവർക്കും തന്നെ ഈ ടെസ്റ്റ് ചെയ്യാറുണ്ട്. എന്നാലും സാധാരണയായിട്ട് ഒരു 25 ആഴ്ചയൊക്കെ കഴിയുമ്പോഴാണ് എല്ലാ ഗർഭിണികൾക്കും ഇതുപോലത്തെ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഒക്കെ വന്നു തുടങ്ങുന്നത്. ആ സമയത്ത് ആദ്യമായിട്ട് തന്നെ ബ്ലഡ് ഷുഗറിൽ വ്യത്യാസമൊക്കെ കാണുമ്പോൾ ഡോക്ടർ അവർക്ക് ഫുഡിൽ വരുത്തേണ്ട മാറ്റങ്ങളും ഡയറ്റിൽ വരുത്തേണ്ട മാറ്റങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതിലൂടെ തന്നെ ഭൂരിഭാഗം പേർക്കും നമ്മൾ ഡയറ്റൊക്കെ കറക്റ്റ് ആകുമ്പോൾ തന്നെ ആ ഡയബറ്റീസ് ക്ലിയർ ചെയ്യാറുണ്ട്. എന്നിട്ട് ശരിയാത്തവർക്ക് പിന്നീട് ഇൻസുലിൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണയായിട്ട് ഡയബറ്റീസിനുള്ള മരുന്നുകൾ അധികം കൊടുക്കാറില്ല, ഇൻസുലിൻ നേരിട്ട് കൊടുക്കുകയാണ് ഡോക്ടർ ചെയ്യുന്നത്. അത് കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻസുലിൻ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും സാധാരണയായിട്ട് ഈ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ കാണുന്ന ഡയബറ്റീസ് പിന്നീട് അങ്ങ് മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിലും പിന്നീട് അവർക്ക് ഭാവിയിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി ടൈമിൽ ഈ ഡയബറ്റീസിൻ്റെ പ്രശ്നമുള്ളവർ പിന്നീടുള്ള കാലത്തും നന്നായിട്ട് വെയിറ്റ് റെഡ്യൂസ് ചെയ്യുകയും ഡയറ്റിൽ നന്നായിട്ട് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ പ്രഗ്നൻസി ടൈമിൽ ആർക്കൊക്കെയാണ് കൂടുതലായിട്ട് ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറ്റിക്കായിട്ട് ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഡയബറ്റീസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, അതുപോലെ PCOD ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു രോഗമാണ് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത്. ആ രോഗമുള്ള പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ, ഒബേസിറ്റി ഉള്ള പെൺകുട്ടികൾക്ക്, ഒരുപാട് സ്ട്രെസ് ഉള്ളവർക്ക്, കൊളസ്ട്രോളിൻ്റെയോ ബ്ലഡ് പ്രഷറിൻ്റെയൊക്കെ പ്രശ്നങ്ങളുള്ളവർക്ക്, ഇവർക്കൊക്കെയാണ് കൂടുതലായിട്ടും പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഡയബറ്റീസ് വന്ന് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴുള്ള ഈ ഡയബറ്റീസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നേരത്തെ തന്നെ മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഓവർ വെയിറ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ആ വെയിറ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യണം. നല്ല ഡയറ്റൊക്കെ സ്വീകരിച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കല്യാണത്തിന് മുന്നേ തന്നെ ഓവർ വെയിറ്റ് ഒക്കെ ഉള്ള പെൺകുട്ടികളാണെങ്കിൽ അവർ നന്നായിട്ട് ഡയറ്റൊക്കെ വ്യത്യാസം വരുത്തുക. പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ ചോറ് കഴിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. അത് തന്നെയാണ് കേരളത്തിലുള്ളവർക്ക് ഈ പ്രമേഹം കൂടാനുള്ള പ്രധാന കാരണം. ചോറും അതുപോലെ കപ്പയൊക്കെ കഴിക്കുന്നത് ഒരുപാട് കൂടുതലാണ്. അവയൊക്കെ കുറച്ചിട്ട് ധാരാളമായിട്ട് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും തവിടുള്ള അരിയൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ഇവയൊക്കെ ശ്രദ്ധിച്ചിട്ട് ഡയറ്റൊക്കെ ഫാറ്റി ഫുഡും ഒക്കെ കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള മീനൊക്കെ കറി വെച്ച് മാത്രം കഴിച്ച് പൊരിച്ച് കഴിക്കാതെ ഇരിക്കുക. അതുപോലെ മട്ടനും ബീഫും ഒക്കെ കഴിക്കുന്നത് കുറച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത് ഡയറ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് നന്നായിട്ട് വ്യായാമവും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പ്രഗ്നൻസി മുന്നേ തന്നെ വെയിറ്റ് ഒക്കെ ഒന്ന് കൺട്രോളായി വരുന്നതായിരിക്കും. അതിനുശേഷം മാത്രം പ്രഗ്നൻ്റ് ആവാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം പ്രഗ്നൻസി ടൈമിൽ സാധാരണ എല്ലാ സ്ത്രീകൾക്കും വെയിറ്റ് കൂടാറുണ്ട്. അത് തന്നെ വണ്ണം ഉള്ളവർക്കും വണ്ണം ഇല്ലാത്തവർക്കും രണ്ട് രീതിയിലാണ്. വണ്ണം ഇല്ലാത്തവർക്ക് സാധാരണ ഒരു 10 മുതൽ 12 കിലോ വരെ കൂടേണ്ട ആവശ്യമുണ്ട്. എന്നാൽ വണ്ണം ഉള്ളവർക്ക് ഒരു 3-4 കിലോ വരെ കൂടിയാലും മതിയാവും. കാരണം വണ്ണം ഉള്ളവരാണെങ്കിൽ അവർ കഴിക്കുന്ന ഫുഡിലും നന്നായിട്ട് ഫാറ്റി ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡോ അതൊക്കെ വരാണ്ട് കൺട്രോൾ ചെയ്ത് കഴിക്കുക. അങ്ങനെയുള്ളവർക്ക് ഒരു 3-4 കിലോ ഒക്കെ കൂടിയാലും മതിയാകും.
അവർക്ക് ഇടയ്ക്ക് ചെറിയ രീതിയിലുള്ള എല്ലാ സ്ത്രീകളും തന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അവസരത്തിൽ ചെറിയ രീതിയിലുള്ള വ്യായാമം, നടക്കാൻ പോവുക, ഇവയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഈ ഡയബറ്റീസ് ഉണ്ടെന്ന് തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ നമുക്ക് ലക്ഷണങ്ങൾ കൂടി ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. സാധാരണയായിട്ട് ഈ ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് കാണപ്പെടുന്ന ലക്ഷണമാണ് ഒരുപാട് മൂത്രം പോവുക, വായിൽ വരൾച്ച ഉണ്ടാകുക, ക്ഷീണം ഉണ്ടാകുക, വിശപ്പ് ഉണ്ടാകുക മുതലായിട്ടുള്ള സിംറ്റംസ് ഒക്കെ. ഇവയൊക്കെ നമുക്ക് ഗർഭിണികളിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് ഡയബറ്റീസിൻ്റെ ലക്ഷണമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം സാധാരണയായി പ്രഗ്നൻ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ഈ ലക്ഷണങ്ങൾ കാണാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡോക്ടറുടെ സഹായത്തോടു കൂടി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ ആരാണ് ഏറ്റവും കൂടുതൽ ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നേരത്തെ ഡെലിവറിയിൽ എന്തെങ്കിലും അബോർഷനോ അല്ലെങ്കിൽ കുട്ടി മരിക്കുകയോ അല്ലെങ്കിൽ വലിയ ബിഗ് ആയിട്ടുള്ളൊരു കൊച്ചുണ്ടാവുകയോ അല്ലെങ്കിൽ ജനിതക വൈകല്യങ്ങളുള്ള കുട്ടികൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ ഏതെങ്കിലും റിസ്ക് ഒക്കെ ഫാക്ടർ നേരത്തെ ഡെലിവറിയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ തവണത്തെ ഡെലിവറിയിലും നന്നായിട്ട് ശ്രദ്ധിക്കണം. കാര്യം അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ് ആണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് ജനിതക വൈകല്യങ്ങൾ, അതുപോലെ വരൾച്ച, മുരടിച്ച് പോവുക, അല്ലെങ്കിൽ കുട്ടികൾ വയറ്റിൽ കിടന്ന് മരിക്കാൻ വരെ കാരണമാകാനൊക്കെ കാരണമുണ്ട്. അതുകൊണ്ട് ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഈ ഗർഭിണികൾക്കുണ്ടാകുന്ന പ്രമേഹം എന്ന് പറഞ്ഞാൽ അല്ലാത്തവർക്കുണ്ടാകുന്നതിനെക്കാട്ടിലും സീരിയസ് ആയിട്ടുള്ള കെയർ തന്നെ ഇതിന് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ചില സമയങ്ങളിൽ ഇപ്പോൾ ഇൻസുലിനൊക്കെ എടുക്കുന്ന അമ്മമാരാണെന്നുണ്ടെങ്കിൽ അവർ കറക്റ്റ് സമയത്ത് ഫുഡൊക്കെ കഴിക്കാതിരിക്കുകയാണെങ്കിൽ അവർക്ക് ഹൈപ്പോഗ്ലൈസീമിയ, അതായത് ഷുഗർ കുറഞ്ഞു പോയിട്ടുണ്ടാകുന്ന ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞ അവസ്ഥയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഇപ്പം ഷുഗറുള്ള അമ്മമാർ തന്നെ ഇൻസുലിനൊക്കെ എടുക്കുന്നവരാണെങ്കിൽ 6 നേരമായിട്ട് ചെറിയ അളവിൽ ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് 3 നേരം എന്നുള്ള ഫുഡെന്നല്ല അവർ കഴിക്കേണ്ടത്, 6 നേരമാക്കി കഴിക്കുക. ഇപ്പോൾ രാവിലെ തന്നെ ഒരു ഒറ്റയടിക്ക് ഒരു 3 ഇഡ്ഡലി കഴിക്കാതിരിക്കുക. കാര്യം പെട്ടെന്ന് തന്നെ ബ്ലഡിൽ ഷുഗർ ഒത്തിരി കൂടാൻ അത് കാരണമാവും. 2 ഇഡ്ഡലി കഴിച്ചതിന് ശേഷം ആ 1 ഇഡ്ഡലി ഒരു 10 വരെ ആ സമയത്ത് ആ സ്നാക്സ് ടൈമിലും എല്ലാം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രാവിലെ തന്നെ ഒരുപാട് ഫ്രൂട്ട് ജ്യൂസ് കഴിക്കാതിരിക്കുക. അത് പെട്ടെന്ന് തന്നെ ഷുഗർ ഒരുപാട് കൂടാനായിട്ട് അത് കാരണമാവും. ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ജ്യൂസാക്കി കഴിക്കാതെ ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ കഴിക്കുക. അതും ഇടവേളകൾ, ഇപ്പോൾ മെയിൻ ഫുഡിനും ഒപ്പം അല്ലാതെ അല്ലാത്ത സമയത്ത് എപ്പോഴെങ്കിലും 1-2 നേരത്തെ ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ്. അത് തന്നെ മാങ്ങയും ചക്കപ്പഴമൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അവയിലൊക്കെ ധാരാളം ഷുഗറുണ്ട്. ഏത്തപ്പഴവും അതുപോലെ തന്നെയാണ്, ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലാത്ത പഴങ്ങളൊക്കെ കഴിക്കുക. വാട്ടർമെലൺ, പേരയ്ക്ക, അല്ലാത്ത ആപ്പിൾ, അങ്ങനത്തെ എല്ലാ പഴങ്ങളും ഗർഭിണികൾക്ക് കഴിക്കാവുന്നതാണ്. വെജിറ്റബിൾസ് ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക. ഇങ്ങനെയൊക്കെ ആദ്യമൊക്കെ നമുക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണയായിട്ട് നോർമൽ ലെവൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറഞ്ഞാൽ ഒരു 110 എന്നാൽ ഗർഭിണികളെ അപേക്ഷിച്ച് ഒരു 90 മുകളിൽ വരുമ്പം തന്നെ നമുക്ക് ഒരു ഡയബറ്റീസ് വരാനുള്ള ടെൻഡൻസി ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഡയറ്റിലൊക്കെ വേരിയേഷൻ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പം നമുക്കിപ്പം എങ്ങനെയാണ് ആ വാല്യൂസ് എന്ന് പറയുമ്പോൾ ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒരു 90 മുകളിലൊക്കെ ആയിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു 120 ശേഷമൊക്കെ മുകളിലൊക്കെ ആയിക്കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അപ്പോൾ തൊട്ട് തന്നെ നമ്മൾ ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്ത് തുടങ്ങണം. അത് നല്ലൊരു ഡയറ്റീഷ്യനെ ആ സമയത്ത് കാണുന്നതുമൊക്കെ വളരെ നല്ലതായിരിക്കും. ഇപ്പം ഡോക്ടർ ആദ്യമേ തന്നെ ഡയറ്റ് കൺട്രോൾ ആയിരിക്കും നിർദ്ദേശിക്കുന്നത്. ആ സമയത്ത് ഈ പറഞ്ഞ കണക്കുപോലെ 6 നേരം ഇടവേളകളിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിച്ച് ഓയിലും ഷുഗറിൻ്റെ അംശം മൊത്തമായിട്ട് ഒഴിവാക്കുക. അതായത് പഞ്ചസാര കഴിക്കുകയേ ചെയ്യരുത്. പഞ്ചസാര അടങ്ങിയിട്ടുള്ള രീതിയിലുള്ള ബാക്കി ബേക്കറി ഫുഡ്സോ ചോക്ലേറ്റോ അങ്ങനത്തെ ഒരു ആഹാരങ്ങളും കഴിക്കാൻ പാടില്ല. അതിന് രാത്രി ഗോതമ്പ് കഴിക്കുക. അങ്ങനെ നമ്മുടെ ഫുഡ് കഴിക്കുന്നതിലും നന്നായിട്ട് മാറ്റം വരുത്തി കഴിഞ്ഞ് ചെറിയ രീതിയിലുള്ള വ്യായാമവും കൂടി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചില ഗർഭിണികളിൽ ചിലപ്പം ഈ ഇൻസുലിനൊക്കെ കൊടുക്കേണ്ട ആവശ്യം വരാറില്ല. അല്ലാതെ തന്നെ അവർക്ക് ഈ ജസ്റ്റേഷണൽ ഡയബറ്റീസ് കൺട്രോൾ ആവാറുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസ് എന്താണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ള അമ്മമാരുടെ കുട്ടികൾക്ക് ഓവർ വെയ്റ്റ്, അതായത് ഒരു 4 കിലോയിലൊക്കെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർക്ക് സിസേറിയനൊക്കെ ചെയ്തെടുക്കേണ്ടി വരും. സപ്പോസ് നോർമൽ ഡെലിവറി നടത്തുവാണെങ്കിൽ തന്നെ ഷോൾഡറൊക്കെ കുടുങ്ങിയിരുന്നിട്ട് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കുട്ടികൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ കുട്ടികൾക്ക് അവരുടെ ഡെവലപ്മെൻറ്റിൽ വ്യത്യാസം, ഇപ്പോൾ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ് ആണോ ഉള്ളെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ജനിതക വൈകല്യങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രീമച്വർ ഡെലിവറി, അതായത് സാധാരണ സമയത്തിനെ അപേക്ഷിച്ച് നേരത്തെ കുട്ടി ജനിക്കുക, അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ അമ്മമാരും തന്നെ ഈ
ഗർഭിണിയായിരിക്കുന്ന സമയത്തുണ്ടാകുന്ന ഈ ഡയബറ്റീസ് നന്നായിട്ട് കെയർ ചെയ്യുക. അത് പിന്നെ ഭാവിയിൽ വരാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവത്തിന് ശേഷവും ആ വെയിറ്റൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യുക. ഒബേസിറ്റി ഉള്ളവരാണെങ്കിൽ അതൊക്കെ കുറച്ച് വ്യായാമമൊക്കെ നന്നായിട്ട് ചെയ്ത് ഡയറ്റും ഒക്കെ കൺട്രോൾ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബ്ലഡും ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഭാവിയിലും അവർക്ക് ഈ ഡയബറ്റീസ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ കുട്ടികൾക്കാണെങ്കിൽ നന്നായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. നന്നായിട്ട് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുമ്പം തന്നെ ഈ അമ്മമാരുടെ വെയിറ്റൊക്കെ നന്നായിട്ട് കുറയുന്നതായിരിക്കും. നന്നായിട്ട് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒബേസിറ്റി ഒന്നും ഉണ്ടാവുന്നുമില്ല. അതുമൂലം അവർക്ക് ഭാവിയിലും ഡയബറ്റീസും കാർഡിയോ അസുഖങ്ങളൊക്കെ വരുന്ന ചാൻസും ഒക്കെ കുറയുന്നതായിരിക്കും. അതിനാൽ ബ്രസ്റ്റ് ഫീഡിങ്ങും എല്ലാ അമ്മമാരും നന്നായിട്ട് ചെയ്യുക. ഹൈപ്പോഗ്ലൈസീമിയ ഒക്കെ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫുഡും വ്യായാമവും നന്നായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ജസ്റ്റേഷൻ ഡയബറ്റീസ് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നതാണ്. മിക്ക പ്രഗ്നൻറ്റ് ലേഡീസിനും ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അവസരത്തിൽ ഡയബറ്റീസ് കാണാറുണ്ട്. ഇത് ഭാവിയിൽ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വ്യായാമം ചെയ്യുക, വെയിറ്റ് റിഡക്ഷൻ ചെയ്യുക, നമ്മുടെ ഷുഗറൊന്നും അധികം കഴിക്കാതിരിക്കുക, നമ്മൾ ധാരാളം വെജിറ്റബിൾസ് ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുക, നമ്മുടെ ഡയറ്റും അതിനനുസരിച്ച് മോഡിഫൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ അവർക്ക് ഡയബറ്റീസ് വരാനുള്ള ചാൻസ് നന്നായിട്ട് കുറയുന്നതായിരിക്കും.